ഇന്ന് നമ്മൾ പെയിന്റിങ്ങിൽ 1K മെറ്റീരിയലും 2K മെറ്റീരിയലും തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് പെയിന്റേഴ്സിന് വളരെ ബേസിക്കായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 1K എന്ന് പറയുന്നത് വൺ കോമ്പൗണ്ട്, അതായത് ഹാർഡർ ഒന്നും മിക്സ് ചെയ്യാത്തൊരു മെറ്റീരിയലാണ് 1K എന്ന് പറയുന്നത്. ടിന്നർ മാത്രം ചേർത്താൽ മതി, എയർ ഡ്രൈ വഴി തനിയെ ഉണങ്ങും. ഡ്യൂറബിലിറ്റി കുറവാണ്, സ്ക്രാച്ചിനും കെമിക്കൽസിനും അധികം റെസിസ്റ്റ് ചെയ്യില്ല. പ്രധാന ഉപയോഗം സ്മാൾ ടച്ചപ്പ് വർക്ക്സ്. എക്സാമ്പിൾ 1K പ്രൈമർ, 1K പുട്ടി. നെക്സ്റ്റ് 2K സെക്ഷൻ. എന്താണ് 2K? 2 കോമ്പൗണ്ട്, അതായത് ഹാർഡർ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയലാണ് 2K എന്ന് പറയുന്നത്. ഇത് കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് ഹാർഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാടധികം നേട്ടങ്ങളും ഉണ്ട്. സ്ട്രെങ്ത്, ഗ്ലോസി, ഡ്യൂറബിലിറ്റി എല്ലാം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ 2K മെറ്റീരിയൽസ് ആണ് നമുക്ക് കുറച്ചുകൂടെ ഉപയോഗപരമായതും ഉപകാരപരമായതും. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് പഴയ ആ ഒരു ടെക്നോളജി ചെയ്യുന്നുണ്ട്. അതായത് 1K വർക്ക്, അതൊക്കെ പറയുന്നത് പഴയ ഒരു ടെക്നോളജിയാണ്. പഴയ എന്ന് പറഞ്ഞാൽ നല്ല പഴയ ടെക്നോളജിയാണ്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ഒരുപാട് സ്ഥലത്ത് ഇതിപ്പോൾ റെക്കമെൻഡേ അല്ല. അത് നിങ്ങളുടെ പെയിന്റിനെയും നിങ്ങളുടെ ക്വാളിറ്റിനെയും സാരമായി ബാധിക്കും. നമ്മുടെ ഈ മേഖലയെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും പുതിയ പുതിയ ടെക്നോളജികൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇറങ്ങുന്ന ടെക്നോളജി നാളെ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾ മിനിമം ഒരു 10 വർഷം മുന്നേ ഉള്ള ടെക്നോളജിക്കും ചെയ്യുക. അതുമാത്രമല്ല, ഒരു പെയിന്റ് മാനുഫാക്ചറിങ് ബ്രാൻഡ് ഇതുപോലുള്ള വർക്ക് റെക്കമെൻഡ് അല്ല. നിങ്ങൾ ആ വർക്കാണ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ പെയിന്റിന് അത്തരത്തിലുള്ള ക്വാളിറ്റി ലഭിക്കില്ല. അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അതുകൊണ്ട് കഴിവതും പഴയ ടെക്നോളജി നിങ്ങൾ മാറ്റുക. നിങ്ങൾ കുറച്ചുകൂടെ പ്രൊഫഷണലും ആവും, നിങ്ങൾ കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ട് വർക്കിംഗ് ചെയ്യും.